കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സര രംഗത്തുള്ളത് എസ്.എഫ്.ഐയുടെ 2 സംസ്ഥാന നേതാക്കളാണ്. എസ്.എഫ്.ഐയെ നയിച്ച കരുത്തുമായാണ് ഇരുവരും മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെക്കുവാനുള്ള തുക എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവ് കൈമാറി. എസ്.എഫ്.ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. താജുദ്ദീൻ നാദാപുരം ഡിവിഷനിൽ നിന്നും എസ്.എഫ്.ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ സയ്യിദ് മുഹമ്മദ് സാദിഖ് തങ്ങൾ താമരശ്ശേരി ഡിവിഷനിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. എസ്.എഫ്.ഐയുടെ സംസ്ഥാന ഭാരവാഹികളായിരിക്കെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം വലിയ ആത്മവിശ്വാസത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഇരുവരും. ജില്ലയിൽ സമരപോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ച് ജനസേവനത്തിനായി ഇറങ്ങുന്നു. സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറിയത് എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവാണ്. വലിയ അംഗീകാരമായാണ് സ്ഥാനാർത്ഥിത്വം കാണുന്നത് എന്നും സർവകലാശാലകളിൽ നിന്ന് ആരംഭിച്ച പ്രവർത്തനം എസ്.എഫ്.ഐയുടെ തുടർച്ച എന്ന രീതിയിൽ പൊതുജനങ്ങളിലേക്ക് എത്തുകയാണെന്നും പി.എസ്. സഞ്ജീവ് പറഞ്ഞു. കേരളത്തിലെ എസ്.എഫ്.ഐയുടെ പ്രവർത്തകരെ അത്രയേറെ വിദ്യാർത്ഥികൾ ചേർത്ത് പിടിക്കുന്നു, പൊതുജനങ്ങളും ചേർത്ത് പിടിക്കുന്നു. ഇന്നലെയായിരുന്നു മലയാള സർവകലാശാലയുടെ തെരഞ്ഞെടുപ്പ്. അങ്ങനെ സർവകലാശാലകളിൽ നിന്ന് ആരംഭിച്ച വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഇവർ രണ്ടിലൂടെ എസ്.എഫ്.ഐയുടെ ഒരു തുടർച്ച എന്ന നിലയിലും ഞങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ 40-ലധികം എസ്.എഫ്.ഐ പ്രവർത്തകരാണ് മത്സരരംഗത്തുള്ളത്. അതിൽ 2 സംസ്ഥാന നേതാക്കൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനെത്തുന്ന ജില്ല കൂടിയാകുന്നു കോഴിക്കോട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.